വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് മുട്ടയും ബ്രെഡും ഒക്കെ ഉണ്ടെങ്കിൽ വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് ഐറ്റമാണ്. ബ്രെഡ് പോളയെന്ന് ആണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് വേഗം നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സവാള 3 സവാള എടുത്തിട്ടുണ്ട്, വലിയ സവാള. അതൊന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് അതിലേക്ക് സവാളയും കൂടെയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെയും ചേർത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നല്ലതുപോലെ സവാളയൊക്കെ വെന്ത് റെഡിയായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇത് നമ്മളൊരു മുട്ട റോസ്റ്റ് റെഡിയാക്കുന്ന പോലെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിൻ്റെ ഒരു സെയിം മസാലയാണ്. അത് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് ഒരു ബ്രെഡ് മുക്കിയെടുക്കാനായിട്ട് നമുക്ക് ഒരു മുട്ടേൻ്റെ ബാറ്റർ റെഡിയാക്കണം. അതിനായിട്ട് ഒരു 4-5 മുട്ട എടുക്കാം. അതിലേക്ക് ഉപ്പും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3-4 മുട്ട പുഴുങ്ങിയത് വേണം. അതും ഓരോന്നും ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് റെഡിയാക്കി വെക്കാം. 3 മുട്ടയായാലും കുഴപ്പമില്ല. ഞാനിവിടെ 4 എണ്ണം എടുത്തിട്ടുണ്ട്, 2 എണ്ണം വേണേലും എടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവിനാവശ്യത്തിന് മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെയും ചേർത്ത് കൊടുക്കുന്നു. 1/4 ഗ്ലാസ് വെള്ളം മതി. അതും കൂടെയും ചേർത്ത് ഇതൊന്ന് നല്ലതുപോലെ മിക്സായി കിട്ടാൻ വേണ്ടി, സെറ്റായി വരാൻ വേണ്ടിയാണ്. എന്നിട്ടൊന്ന് മൂടി വെച്ച് എണ്ണ തെളിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അതിനായിട്ട് കുറച്ച് ബ്രെഡ് വേണം. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഫസ്റ്റ് ഒന്ന് നെയ്യ് തടവി കൊടുക്കുക. എന്നിട്ട് ഓരോ ബ്രെഡും എടുത്ത് ഈ മുട്ടേൻ്റെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കണം. ആ പാൻ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഓരോ ബ്രെഡും ഇതുപോലെ മുറിച്ച് പീസായിട്ട് ഒക്കെ ഒന്ന് ഇതുപോലെ തന്നെ സെറ്റാക്കി വെച്ച് കൊടുക്കണം. ഇതിൻ്റെ പുറത്താണ് നമ്മൾ മസാല വെക്കുന്നത്. അപ്പോൾ അത് പുറത്ത് പോകാതിരിക്കാൻ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ മുറിച്ച് ചെറിയ പീസായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ഫുള്ളായിട്ട് ഇതുപോലെ നിരത്തി കൊടുക്കുക. ഫുൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുള്ള കട്ട് ചെയ്ത് വെച്ചേക്കുന്ന എഗ്ഗും ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കണം. ഇനി ഇത് ഫുള്ള് നിരത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറമേൽ ബാക്കി ബ്രെഡും കൂടെയും ഈ എഗ്ഗിൻ്റെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലൊന്ന് ഫുള്ള് കവറാവുന്ന രീതിയിൽ, സൈഡും ഒക്കെ ഫുള്ള് കവറാവുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. എൻ്റെ മുട്ട തീർന്നു പോയിട്ട് ഞാനൊരു മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുള്ളും ഇതുപോലെ കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബാക്കി മുട്ടേൻ്റെ ആ കൂട്ട് ബാക്കി വരുവാണെങ്കിൽ ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഫുള്ള് കവറായതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിൻ്റെ പുറത്തേക്ക് വേണം നമ്മൾ ഈ പാൻ വെച്ച് കൊടുക്കാൻ. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റൊക്കെ എടുക്കും ഇതൊന്ന് റെഡിയായി വരാൻ. 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇനി വേറൊരു പാനിലേക്ക് ഇതുപോലെ ഒന്ന് നെയ്യ് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിവിടെ കറക്റ്റായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഈ പാനിലും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇങ്ങനെ ഇരുന്നാൽ നമ്മുടെ അടിപൊളി